ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ കപ്പ കൊണ്ടുള്ള റെസിപ്പിയാണ് കപ്പ അട. ഇതിന് തേങ്ങ, കപ്പയും ശർക്കരയും മാത്രം മതി. ഇവിടെ ഞാൻ കപ്പ അരച്ച് വെച്ചിരിക്കണം. അതിൻ്റെ ശേഷമാണ് വീഡിയോ എടുക്കുന്ന ഓർമ്മ ആയത്. ഇവിടെ കപ്പ എന്നല്ലിട്ട് പറയാം, ഞങ്ങളിവിടെ പൂള എന്നാണ് പറയാം. ഇത് പൂള അങ്ങനെ വെള്ളത്തിൽ തോല് പോക്കി വെച്ചതാണ്. പിന്നെ കഷ്ണങ്ങളായി മുറിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അപ്പോൾ നല്ല ഇതായി വരും കേട്ടോ. എന്നിട്ട് അതിക്ക് എന്ത് ചെയ്യും, ശർക്കര. ഞാൻ കുറച്ച് കൂടുതൽ ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്താൽ മതി. ഞാനിവിടെ എൻ്റെ മോളൂസിന് നല്ല മധുരം വേണം, അപ്പം കൂടുതൽ മധുരം എടുത്തിക്കണം. എന്നിട്ട് ശർക്കര ഞാൻ അടിക്കരുത്, കുത്തിയാണ്ട് ഞാൻ ശർക്കര പിന്നെ മിക്സിയിലിട്ടില്ല, പിന്നെ അധികം ലൂസാവുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളെ കുത്തുകല്ലുകൊണ്ട് അമ്മിക്കല്ലുകൊണ്ട് ഞാൻ കുത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് എനിക്ക് അത് പൂള. ഇത് എന്ത് ചെയ്യണം, ഇത് എനിക്ക് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ശർക്കരയാണ് കേട്ടോ. അത് നന്നാക്കി, ഇത് പൂളയിൽ വെള്ളം ഉണ്ടായതുകൊണ്ട് പിന്നെ ശർക്കര ഉരിക്കാനും തേങ്ങ നല്ല പച്ച തേങ്ങ എടുത്താൽ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ കുത്ത് ഉരുളുകൊണ്ടാണ് പൊടിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വെള്ളം കയറും മിക്സിയിലിട്ട് അരക്കുമ്പോൾ, പറ്റ ലൂസാവും. ഇത് കുത്തുകല്ല് പകുതി പൊട്ടിപ്പോയിന്, കുത്തി പൊട്ടിപ്പോയതാണ്. ഞാൻ നന്നായി കുട്ടി നോക്കിയാൽ നന്നായിട്ടൊന്ന് കുത്തിയിട്ട് വരാം. ഇത് ഫോണൊരു വെയിലായതുകൊണ്ട് ഇതെടുക്കാൻ പ്രയാസമാണ്. നന്നായിട്ട് കുത്തി എടുത്തിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ഉണ്ടാവും കേട്ടത്, അരമുറിയിൽ ഇത്തിരി ബാക്കി ഉണ്ടാവുള്ളൂ. എന്നിട്ട് വോയിസ് എടുക്കുമ്പോൾ വൈകുന്നേരമാണ്, കുട്ടികളെ കുറുമ്പൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര ഇറങ്ങാറുണ്ട്. ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ അരച്ച് വെച്ച് ആ പൂള അഥവാ കപ്പ എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. ഒരു നുറുമ്പ് ഉപ്പിടണം. ഞാൻ ആ ഉപ്പിടുന്ന വീഡിയോ വിട്ടുപോയി എടുക്കാൻ. നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നന്നായിട്ട് ശർക്കരയും തേങ്ങയും പൂളയും ഒക്കെ ഒന്ന് മിക്സാക്കി. പൂള നമ്മളിവിടുത്തെ ഇതായി വരിക കേട്ടോ. പലർക്കും പൂള അറിയില്ലായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യാം, വാഴൻ്റെ ഇലയിൽ ഇട്ടാണ്ട് മടക്കി ഒക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തിക്കണം. ഇത് ഈവനിങ് ആണ് എടുക്കുന്നത്. രാവിലെ ഒക്കെ റെഡിയാക്കി വെച്ചതാട്ടോ ഞാൻ. രാവിലെ ഞങ്ങൾ ഉണ്ടാക്കിയാണ്ട് ഞങ്ങൾ തിന്ന് ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷമാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ഭയങ്കര അലമ്പാണ്, ഒക്കെ റെഡിയാക്കി വെച്ചിന്. നല്ല ടേസ്റ്റാണ്. വാനിലയും കുറച്ചാക്കി മടക്കി വെക്കുക. എന്നിട്ട് ഞാൻ അമ്മിക്കല്ലിൻ്റെ മുകളിൽ വെക്കുന്നുണ്ട്, എയർ പോകാതെക്കാൻ. ആവി വേവിക്കല്ലേ. നല്ല തീ കത്തിച്ച് ഇതാവട്ടെ. ഗ്യാസ് നമുക്ക് പോകണില്ല, കാരണം ഗ്യാസ് ഇപ്പോൾ കിട്ടാറില്ലല്ലോ. പിന്നെ ഇഷ്ടം പോലെ വേറുണ്ടായിട്ട് കുഴപ്പമില്ല. നന്നായിട്ട് വേവട്ടെ. ഒരു 10-15 മിനിറ്റ് മിനിമം വേണം കേട്ടോ. അപ്പോൾ അവിടെ എൻ്റെ ആയിഷ ഡാൻസ് കളിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഒക്കെ ഒരുപാട് നേരമായി, ഒക്കെ സെറ്റായിന് കേട്ടോ. ഒക്കെ നല്ല അതിന് ചൂടുണ്ട് കേട്ടോ. എനിക്ക് കൈ കൊണ്ടുപോകുന്നുണ്ട്, കാണിച്ചാൽ നോക്കിയിട്ട് ണ്ടോ. ആ ഇലൻ്റെ കളറ് മുതലിച്ച് നമുക്ക് വന്നിക്കണം. ഞാൻ ടേസ്റ്റ് തണ്ട് കാണിച്ചത് മോളൂസിന് ഒന്ന് കൊടുത്തു നോക്കാം. ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചു നോക്കാമല്ലോ, കുട്ടികൾ കള്ളം പറയില്ലല്ലോ. അപ്പോൾ ഒന്ന് പ്ലേറ്റിൽ എടുത്താണ്ട് ഞാൻ അവളോട് തിന്നാൻ പറയണ്ടേ, അപ്പോൾ തിന്നാൻ പറഞ്ഞാണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒക്കെപ്പാട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അമ്മ ഓരൊക്കെ വരട്ടെ, അങ്ങോട്ട് തിന്നാൽ നമുക്ക് ഒന്നിച്ച് ചായ അടിക്കാറുണ്ട്. ഇതൊരു അലുവൻ്റെ പോലെ നമുക്കൊരു കടിച്ചാ പറിച്ചൊക്കെ തിന്നൂല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ഫീൽ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്ക്